ഈ കൊട്ടിക്കലാശം, അതിന്റെ ആവേശം, ഇത്രയും നാളത്തെ പ്രചാരണം, അതിന്റെയൊക്കെ ഒരു റിസൾട്ട് എല്ലാം കയ്യിലിരിക്കുന്ന ആ ഒരു ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അഭിലാഷിലേക്കും അക്ഷയിലേക്കും നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അഭിലാഷ്, അക്ഷയ, വയനാട്ടിലും ചേലക്കരയിലും എല്ലാം പോയി അതിനുശേഷമാണ് നിങ്ങൾ പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴുകി ഒഴുകി വന്നത് എന്നുള്ളതാണ്. ജനങ്ങൾ മറ്റന്നാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കും അവർ വോട്ട് കുത്താനും പോവുക. പക്ഷേ അധിക നാൾ കാത്തിരിക്കുകയും കൂടി വേണ്ട, ഒരു ചങ്കെടുപ്പ് അധികാലം ഉണ്ടാകില്ല അതിന്റെ റിസൾട്ട് വരാൻ. 2-3 ദിവസം കഴിയുമ്പോഴേ റിസൾട്ടും വരും. തീർച്ചയായിട്ടും ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുടെ ഉരകല്ലായ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. തുടക്കം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാറി മാറി വന്ന, ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു സൂപ്പർ ഓവറിലേക്ക് കടന്നിരിക്കുകയാണെന്ന് പറയാം. ഒരു 20-20 മത്സരം പോലെ എല്ലാ ബോളിലും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു മത്സരമായിരുന്നു നടന്നത്. ഓരോ ബോളിൽ ട്വിസ്റ്റായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവസാനത്തെ സൂപ്പർ ഓവറിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ആര് ജയിച്ചാലും ചെറിയ മെജോറിറ്റി എന്ന് ഇവിടെയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം, സൂപ്പർ ഫൈറ്റ് എന്ന് പറയാം. അതിനോടൊപ്പം അശ്വജിത്തും അതുപോലെ തന്നെ അക്ഷയുമുണ്ട്. അശ്വജിത്തിന് സ്വന്തം നാടാണ്, അശ്വജിത്ത് ജീവിച്ച സ്ഥലമാണ്. പാലക്കാടിന് ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. പ്രചാരണ സമാപനവും ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ ആവേശം കൃത്യമായും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമല്ലോ. തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇതുവരെ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല, പാലക്കാട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്രയേറെ വലിയ ആവേശം. ഒപ്പം അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഉള്ള 1-2 ദിവസം ആ സൂപ്പർ ഓവറിൽ ആര് 6 അടിക്കും, ആര് 4 അടിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റും. ഈ സൂപ്പർ ഓവറിൽ കഴിഞ്ഞ് വിജയം ഫൈനൽ ആവുമ്പോൾ മാത്രമേ ഇത് എങ്ങോട്ടാണ്, ആരാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ. അശ്വതേട്ടനെ ഒന്ന് എനിക്കൊന്ന് മുഴുവൻ കണ്ടാൽ മതി. എങ്ങനെയുണ്ട് കൊട്ടിക്കലാശമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെയുണ്ട്. UDF ക്യാമ്പിലായിരുന്നു. അയ്യോ, UDF ക്യാമ്പിലായിരുന്നു. ഞാൻ നമ്മുടെ ഒലുവക്കോട് തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ ഉണ്ടായിരുന്നു. UDF ഒരു കോൺഫിഡൻസ് ഒരുപക്ഷെ ഇന്നത്തെ അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയേറെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ അത് അടിയൊഴുക്കുകളൊക്കെ എവിടെ വരുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എങ്കിൽ പോലും ഇന്നത്തെ ഒരു പൊതുവായുള്ള ഒരു കാര്യം, ഈ ഒരു നമ്മുടെ മാതൃഭൂമിയുടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാമെന്ന റിപ്പോർട്ടർ എന്നതിനപ്പുറത്തേക്ക് പാലക്കാട്ടെ വോട്ടറാണ് അശ്വത്ത്. ആ രീതിയിലും കൂടെ കാര്യങ്ങൾ ചോദിക്കുക. വോട്ട് ചെയ്യാനുള്ള ആളാ, അശ്വത്ത് ഇവിടുത്തെ വോട്ടറല്ല, തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലം ബോർഡർ പഞ്ചായത്താണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പൾസ് തൊട്ടങ്ങോട്ടും വരും. അല്ല, ഇവിടെ ഇപ്പോ ഈ മണ്ഡലത്തിന്റെ ഭാഗമല്ലാത്തവരും വോട്ട് ചേർക്കപ്പെട്ടു എന്നുള്ളത്. അതായത് കുടുംബ പഞ്ചായത്തുകാരൊക്കെ കണ്ണാടി പഞ്ചായത്തിൽ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ വിവാദം. അല്ലല്ലേ, ഞാൻ ഇടം പിടിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എന്റെ വോട്ട് ആലത്തൂരിൽ തന്നെയാണ്. അങ്ങനെ ആ വിവാദത്തിൽ ഞാൻ പെട്ടിട്ടില്ല. ഭാഗ്യം. പ്രസാദേട്ടൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം ആ വിവാദത്തിൽ അങ്ങനെ ഞാൻ പെട്ടിട്ടില്ല. ഭാഗ്യം. പ്രസാദേട്ടൻ മലമ്പുഴയാണ്. അക്ഷയെ സംബന്ധിച്ചപ്പോ ഇവിടെ വരുന്നു, ഒരു മാസം ഇവിടെ ചെലവഴിക്കുന്നു. നമ്മൾ പല ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വേറെ ഉണ്ടാവില്ല, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുൻപ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് കൂടിയാണ് വിശേഷിപ്പിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ത്രികോണ പോരാണെന്ന് നമുക്കറിയാം. അതിന് വലിയ ആവേശം ഉണ്ടാവും 3 മുന്നണികളുടെ എന്നറിയാം. അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിലാകും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് ശരി. അക്ഷയ, അഭിലാഷ്, അശ്വജിത്ത് ആലത്തൂരാണ്. എന്നാലും അഭിലാഷിന്റെ ചോദ്യം എന്തായാലും തന്നായിരുന്നു. ഇരട്ട വോട്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് എങ്ങാനും പേര് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകില്ല എന്നുള്ളതാണ്. ആ തരത്തിലൊന്നും കാര്യങ്ങളൊന്നുമില്ല. തൊട്ടടുത്താണെങ്കിൽ ആ ഒരു ആവേശമൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും അവിടെ ഉള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.